ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളെ ഞാൻ കുറച്ച് കാര്യങ്ങൾ, എല്ലാവരുടെയും വീട്ടിൽ പട്ടിയുണ്ട്, അപ്പം കുറച്ച് വിശേഷങ്ങൾ, പട്ടിയുടെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുവാണ്. നമ്മൾ പട്ടിക്കൂട് ഉണ്ടാക്കുമ്പോൾ, പട്ടിയുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിലാക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. അപ്പം നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഡോറമോളുടെ വീടിൻ്റെ വിശേഷങ്ങളിലേക്കാണ് കിടക്കുന്നത്. ഇതാണ് മനോഹരമായ അവളുടെ കൊച്ചു വീട്. അവൾ സന്തോഷത്തോടെ കഴിയുന്ന, അവൾക്കൊരു പാർട്ണർ ഉണ്ടായിരുന്നു. കുറച്ചു കാലമായി അദ്ദേഹം കൂടെയില്ല, എങ്കിലും പുള്ളിക്കാരി സന്തോഷവതിയായി കഴിയുന്നു. ഈ കൂടിൻ്റെ വിശേഷങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് ഇതിൻ്റെ ഹൈറ്റിനെ കുറിച്ചാണ് പലരും എന്നോട് ചോദിച്ചിട്ടുള്ളത് ഫോട്ടോയിൽ കണ്ടപ്പം. അതെന്നാന്ന് വെച്ചാൽ, തീറ്റ കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇച്ചിരി ഹൈറ്റിൽ വെച്ചേക്കുന്നത്. പിന്നെ അവളെ കൂടുതൽ ഞങ്ങൾ കൂട്ടിൽ നിന്ന് എടുത്തിറക്കുകയാണ് ചെയ്യുന്നത്. അവൾ കൂട്ടിൽ നിന്ന് അങ്ങനെ ചാടുകയില്ല, കാരണം ഹൈറ്റ് കൂടുതലായതുകൊണ്ട്. ഇതിൻ്റെ മറ്റ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ, മണ്ടവശം ഓടായതുകൊണ്ട് ചൂടിനെ ഒത്തിരി കുറവുണ്ടാവും. മഴക്കാലത്ത് ഈ രണ്ട് സൈഡിൽ ചിലപ്പോൾ ചോദിക്കും, നിങ്ങൾ ഷീറ്റ് കെട്ടിയത് എന്തിനാണ്, അത് പൊതിഞ്ഞ് കെട്ടിയാൽ പോരായിരുന്നു, പട്ടിക്ക് ഡോറമോക്ക് കാറ്റടിക്കാണ്ട് പറ്റൂലായിരുന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇങ്ങനെ കെട്ടിയേക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഇവളുടെ ചെറിയ കുസൃതിയാണ്, നമ്മളല്ലേ വളർക്കുന്നത്. അപ്പോൾ ചെറിയ കുസൃതി ഉള്ളത് കൊണ്ട് തന്നെ അവൾ കൈയിട്ട് മെല്ലെ വലിച്ച് അതിനെ അടുപ്പിച്ചിട്ട് എന്ത് ചെയ്യും, ഈ സംഭവം അവൾ കീറിക്കളയും. അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് സൈഡിലും, ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഞാനിത് കെട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, അത് ഇച്ചിരി അകന്നാണ് നിൽക്കുന്നത്, കാറ്റ് കയറുകയും ചെയ്യും, പെട്ടെന്ന് ഉണങ്ങും. പിന്നെ ഇതിന് ഒരു സൈസ് നമ്മുടെ മെഷുകളാണ് ഉപയോഗിച്ചേക്കുന്നത്. മെഷുകൾ ഉപയോഗിക്കുന്ന ഗുണം എന്നാന്ന് വെച്ചാൽ, കണ്ടോ, നൈലോണിൻ്റെ മെഷുകളാണ്. അപ്പോൾ അവൾ അപ്പിയിട്ട് കഴിഞ്ഞാൽ അത് കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് താഴോട്ട് പൊക്കോളും. ഞാനത് പിന്നെ കാണിച്ചു തരാം. അതുപോലെ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും, നനഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. ഇതിൻ്റെ പണി നടക്കുന്ന സമയത്ത് ചെയ്ത ബിനോയാണ് ചെയ്ത്. ബിനോയോട് ഞാൻ പറഞ്ഞപ്പം ബിനോയുടെ ഈ അടിവശം എപ്പോഴും നീറ്റായി കിടക്കണം. അടിവശത്ത് പിന്നെ ഈ മൂത്രം ചാടിയും അതുപോലെ പട്ടിയുടെ കാഷ്ടം ചാടിയും പിന്നെ പ്രശ്നങ്ങളുണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ അവനോട് അടിയിൽ സിങ്ക് വെച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സിങ്ക് വെച്ച് തന്നു. സിങ്ക് വെച്ച് തരുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, അത് ഇതുണ്ടോ, ഇങ്ങനെയാണ് സിങ്ക് ഇരിക്കുന്നത്. എന്ത് സാധനം അധികം താഴെ ചാടിയാലും അത് നേരെ ഈ പാത്തിയിലേക്ക് വരും. ഈ പാത്തിയിലേക്ക് വന്നിട്ട് ഞാനവിടെ അതിൽ വേസ്റ്റേജിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഈ വേസ്റ്റേജിലേക്ക് വന്നിട്ട്, അത് പൊക്കി കാണിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, ഈ വേസ്റ്റ് കുഴിയിലേക്കാണ് ഈ സംഭവം ഇവിടുന്ന് ചാടി വരുന്നത്. അത് നേരെ വന്നിട്ട് ഇതിൽ ഈ പൈപ്പിലൂടെ വന്നിട്ട് ഇവിടെ ഒരു ബെൻഡ് വെച്ചിട്ടുണ്ട്. ആ ബെൻഡ് വെച്ച് എന്തിനാണെന്ന് ചോദിച്ചാൽ, വെള്ളം കെട്ടി നിന്നിട്ട് സ്മെല്ല് പുറത്തേക്ക് വരാതെ ഇതിൻ്റെ അടി ടാങ്കാണുള്ളത്. ഈ രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. ഇതാണ് അവളുടെ കൊച്ചു ഭവനം കണ്ടോ. അത്രയാണ് ഇതിനകത്തെ ഈ വിശേഷങ്ങളുള്ളത്. ഇനി ഞാനത് കഴുകുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. വെള്ളം ഇങ്ങനെ ചീറ്റിക്ക് ഞാനവിടെ തുറന്ന് ഞാൻ കാണിച്ചു തരാം. പോയിന്റായിട്ട് വെള്ളം വരും. ഇത് കഴുകുമ്പോൾ ഇതിൻ്റെ അടിവശം നമുക്ക് സുഖമായിട്ട് നന്നായിട്ട് കഴുകി വിടാനുണ്ടാവും. രോമങ്ങളൊക്കെ കഴുകി പോക്കോളും. ഇങ്ങനെ കഴുകി പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഈ സംഭവം. കണ്ടോ, ഇതിൻ്റെ അടിയിൽ പാത്തി കണ്ടുപോലെ ഇതിൻ്റെ അടിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ പാത്തിയിലേക്ക് ഇങ്ങനെ പോകും. ഉണ്ടോ, വെള്ളം ഇങ്ങനെ പാത്തിയിലേക്കാണ് പോയി ചാടുന്നത്. ഇതിനകത്ത് ഇപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലും അങ്ങ് ദൂരേക്ക് ഉണ്ടോ പോകുന്നുണ്ടോ, ആ ഇതിനകത്തേക്ക് പോയി ചാടിക്കോളും. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ ഏരിയ നല്ല ക്ലീനായിട്ട് നിൽക്കും, വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയുള്ള ഉണ്ടോ അടിമത്തമെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കാണിക്കും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുണ്ട്. ഇത്ര മനോഹരമായിട്ട് നമ്മൾ ശരിക്കും ഓരോ കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല നല്ല വീഡിയോകളുമായി വീണ്ടും നമുക്ക് കാണാം. ഇതുപോലുള്ള വീഡിയോകൾക്ക് നിങ്ങൾക്ക് വീണ്ടും കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു.